Rufina, the founder of Workbook, the co-working space at Highland Business Mart. ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചതിന്. അതിന് ഞാൻ ആദ്യം തന്നെ ഫൈസിനോട് നന്ദി പറയാണ്. കാരണം പല മേഖലകളിലായിട്ട് മുന്നിൽ നിൽക്കുന്ന പല ആൾക്കാരുടെ കൂടെ വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ, പേഴ്സണലി എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് കൂടെ ഇന്ന് ഗ്രാജുവേറ്റ് ആവുന്ന എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒപ്പം പ്രാർത്ഥനകളും. ഞാൻ ആദ്യം ഇ ലേണേഴ്സ് ഫൈസിനെ പരിചയപ്പെടുന്നത് നമ്മുടെ സ്ഥാപനമായിട്ടുള്ള കോവർക്കിംഗ് സ്പേസ് വർക്ക് ബുക്കിൽ അവരൊരു ചെറിയ ഒരു ഓഫീസായിട്ട് വരുമ്പോഴാണ്. അന്ന് 10ാം ക്ലാസ് +2 കോഴ്സുകളായിരുന്നു അവർ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തന്നെ അവരായിട്ട് കുറേ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പല കാരണങ്ങളുകൊണ്ട് പഠനം നിന്ന് പോയവർക്ക് ഒരു അവസരം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരും അതുപോലെ പഠനത്തിന് അത്രയും ആഗ്രഹമുണ്ട്, വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അത്രയും ആഗ്രഹമുണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ നിന്ന് പോയ ആൾക്കാരായിരുന്നു അവരുടെ സ്റ്റുഡൻസും. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പാഷൻ ഡ്രിവൺ ആണ്, ഒരു പർപ്പസ് ആൻഡ് പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സായിട്ടല്ല അവർ ചെയ്യുന്നത്. ഒരു പർപ്പസ് നടത്തി ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് അവരിത് ഇത് കൊണ്ടുവന്നത്. അതിനുശേഷം അവർ ഒരുപാട് കോഴ്സുകൾ ആഡ് ചെയ്തു, ഒരുപാട് പല ഡിഫറെൻറ്റ് ഡിഗ്രീസായിട്ടും പല യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസും എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് വാതിലുകളാണ് അവരെ തുറന്നു തന്നിട്ടുള്ളത്. ഒരു ഗ്രാജുവേറ്റ് ആവാണ്, ഇത് ഒരു അവസാനമല്ല, ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇത് നിങ്ങൾക്കൊരു വാതിലാണ്. ഈ വാതിലിലൂടെ കടന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഇതുകൊണ്ട് വാല്യൂ ഉള്ളൂ. ഇത് ചെയ്യുമ്പോഴും ഒരു പർപ്പസ് ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫും അത്രയും നന്നായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ നീങ്ങുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസത്തിന് ഒരു വില ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന് വിചാരിച്ചത് മടക്കി വെക്കരുത്. ഇനിയും പഠിക്കാനും ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. വളരെ പാഷനോടുകൂടെ പഠിച്ചവരാണ് ഈ ഒരു കോഴ്സിലുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ഒരു ആവേശമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഐ റിയലി താങ്ക് യു ഓൾ ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.